ഹായ് ചക്രമണികളെ, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടായിരുന്നോ? കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. എന്നിട്ട് ലൈക്ക് ചെയ്യുന്ന ഇഷ്ടമെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണേ. അവൻ നിങ്ങളെനിക്ക് എന്നും എന്തിനാണ് ഈ പറയുന്നത്? ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുമെന്ന് ചിലരെങ്കിലും ചിന്തിച്ചാണോ അല്ലേ? ഓക്കെ, അതൊന്നും സാരമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യത്തുള്ളൂ അല്ലേ? പിന്നെ പണ്ടുള്ളവർ പറയുന്ന പോലെ ഞാൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഞാനിപ്പം പറയാനുള്ളത് ഞാൻ പറഞ്ഞാലല്ല അറിയത്തുള്ളൂ. ചിലർക്ക് അറിയാതിരിക്കും യോ ലൈക്ക് ചെയ്യണമെന്നുള്ളത്. അവിടെ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ അത്രയും നല്ലതാണ് കേട്ടോ. പിന്നെ എന്താ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും കുഞ്ഞൊരു വീഡിയോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം ചിന്തിച്ച് ഇതിൻ്റെ അകത്ത് അങ്ങ് ആഡ് ചെയ്യാമെന്ന്. കാരണം ഞാനും ഞങ്ങളുടെ ചർച്ചിൽ ഓൺലൈൻ മീറ്റിംഗ് ബുധൻ വെള്ളി ശനിയുണ്ട്. ഞാൻ ബുധനും വെള്ളിയുമേ ഇരിക്കത്തുള്ളൂ. കാരണം പിന്നെ ഇടയ്ക്കൊക്കെ തൊണ്ടയും സൗണ്ട് ഇങ്ങോട്ട് വരുന്നില്ല, കീന്ന് വരും ചില സമയത്ത്. എന്ത് ഇറിറ്റേറ്റാണെന്നറിയാമോ? അന്നേരം നമുക്കില്ല. ദൈവം തന്നെ ആ സൗണ്ട് ചെറുനേരത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തോ ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ അന്നേരം മീറ്റിങ്ങിൽ 2 പാട്ടുണ്ട്, 2 ഫാമിലി. ഞങ്ങളുടെ ഫാമിലിയിൽ മിക്കവാറും ഞാൻ മാത്രമേ പാടാൻ കാണത്തുള്ളൂ. പോൾമോൻ ആ സമയം 7 മണി തൊട്ടായിരിക്കും അവന് ക്ലാസ് മിക്ക ദിവസവും. ഉള്ള സമയത്ത് അവൻ കാണും. കൊച്ചിന് അറിയാവുന്ന പാടാണെങ്കിൽ കൊച്ചൻ്റെ കൂടെ പാടും. ഞാൻ മലയാളമാണ് കൂടുതലും പാടുന്നത്. അപ്പോൾ അവൻ അറിയാവുന്നതാണെങ്കിൽ ചിലപ്പോൾ ഇരുന്ന് പാടും. അവിടെ സൗണ്ട് ഉണ്ടാക്കാതെ. അപ്പോൾ ഈ വെനസ്ഡേ പോൾമോൻ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം ഞങ്ങളൊരു ഇംഗ്ലീഷ് പാട്ടാണ് പാടിയത്. അപ്പോൾ അതൊന്ന് കേൾക്കാൻ വേണ്ടി അതൊന്ന് ഞങ്ങൾ റെക്കോർഡ് ചെയ്തായിരുന്നു. കാരണം നമുക്ക് കേൾക്കാം. അവൻ പറയാൻ കാര്യം എന്തോന്നോ, അവൻ ഈ യൂട്യൂബിൽ നോക്കി ഇങ്ങനെ ഓൺലൈനിൽ ഗിറ്റാർ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആ പാട്ടിന് അവനൊന്ന് ഗിറ്റാർ ചെയ്തായിരുന്നു. അപ്പം അതൊന്ന് ഞാനൊന്ന് റെക്കോർഡ് ചെയ്ത് അവനെ കാണാൻ വേണ്ടി മാത്രം. അപ്പം ഞാനത് വീഡിയോ വെൻസിക്ക് അയച്ചു കൊടുത്താൽ അവൾ പറഞ്ഞ്, എടി നന്നായിട്ട് അവിടെ ഇരുന്നൊരു കൊച്ചു പാടിയിട്ട് കൊച്ചിൻ്റെ വീഡിയോ ഇല്ലല്ലോ, ഇച്ചിരി പുറവ് മാത്രമേ ഉള്ളത്. ഞാൻ പറഞ്ഞു, എടി ഞാൻ അവനെ എടുക്കാനല്ല, വീഡിയോ ആയിട്ട് എടുത്തല്ല, പോൾമോനെ കേൾപ്പിക്കാനായിട്ട് അവൻ്റെ വീഡിയോ മാത്രം. കാരണം അത് ഇലക്ട്രിക് ഗിറ്റാർ അല്ലാത്തതുകൊണ്ട് അവന് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കുറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് സൗണ്ട് കൂടുതലായി വരുന്നതുകൊണ്ട് അവൻ പുറകോട്ടായിരുന്നത്. അതുകൊണ്ട് കൊച്ചിൻ്റെ എനിക്ക് ഇച്ചിരി കൂടെ ഒന്ന് ഇച്ചിരി കൂടെ വെച്ചാൽ കൊച്ചിൻ്റെ കിട്ടിയതിനായിരുന്നു. ഒരു ഇംഗ്ലീഷ് പാട്ടാണ്. അപ്പം ഞാനത് സെപ്പറേറ്റ് ഇന്ന് 3 മണിക്ക് ആ വീഡിയോ ഞങ്ങൾ ഇടാമേ. ഒരു ലൈക്ക് തരണേ നിങ്ങൾ, ഇഷ്ടപ്പെടുന്നവർ. എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് പറയണേ. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങളെല്ലാവരും കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ സംസാരിക്കുമ്പോഴാണ് ഇതിങ്ങനെ ഈ പ്രശ്നം കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ. പിന്നെ നാളെ ഒരു അടിപൊളി റെസിപ്പി വരുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നാളത്തെ വീഡിയോ നിങ്ങൾ കാണണേ. നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. തീർച്ചയായിട്ടും 3 മണിക്കത്തെ ഞങ്ങളുടെ പാട്ട് കേൾക്കണേ. ഓക്കെ, കേട്ടിട്ട് നിങ്ങൾ ഇയ്യോ മലയാളം പാട്ട് എന്താ പാടാഞ്ഞെന്ന്. കാരണം ഇവന്മാർക്ക് ആ പാട്ടായിരുന്നു, ഇവൻ ആ പാട്ടാണ് കൂടുതൽ ഗിറ്റാറിൻ്റെ അകത്ത് അടിക്കാനായിട്ട് അതിൽ അവന് പ്രാക്ടീസ് ഉള്ളത്. അതുകൊണ്ട് അവന്മാരുടെ 2ൻ്റെ ഇഷ്ടം അങ്ങ് ചെയ്യുന്നത്. ഞാനാണെങ്കിൽ മലയാളമേ പാടത്തുള്ളൂ. വേപ്പില കുറച്ചുണ്ടായിരുന്നു, അത് നമ്മൾ കഴുകി വെച്ചു. അപ്പം നേരത്തെ ടൊമാറ്റോ പന്നലാവാൻ തുടങ്ങി. അതും ഇന്നത്തെയും കൂടി ഇട്ട് ചുമച്ച് തൊണ്ട വയ്യ. ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാമെന്ന് വെച്ച്. ഇത്രയും മതി. പിന്നെ ക്യാനിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ട് ഇനിയും വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെക്കണം. അങ്ങനെയൊക്കെയുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞായിരുന്നേ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഞാൻ ഇച്ചിരിയും കൂടെ റൈസ് ഉണ്ടാക്കിയത് കൊച്ചിനും റയിച്ചാനും കൊടുത്ത്. ഇങ്ങനെ ടിഫിൻ അവർക്ക് ഇഷ്ടമാണ്. ഈ പ്രൈസമോന് ഉച്ചയ്ക്ക് ഞാനിങ്ങനെ പപ്പടം ഇങ്ങനെ ഇതിൻ്റെ അകത്തിട്ടിട്ട് പൊട്ടിച്ചിങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ തണുപ്പോടം കൊടുത്ത് അവനൊരു 2:30
2:45 അവന് റീസസ് ടൈം. അപ്പോഴത്തേക്കിനൊക്കെ നോർമൽ ഇതിലാവും. അങ്ങനെ റീച്ചാനും കൊടുത്തു വിട്ടു. അതുകൊണ്ടാണ് എനിക്കറിയാം ഇവർക്ക് ഇത് ഇഷ്ടമാണ്. വൈകിട്ട് വന്നിട്ടും ചോദിച്ചു, മമ്മി അതുണ്ടോ എന്ന് ചോദിച്ചു. കാരണം അവന് ഈ ബിരിയാണി റൈസ് എങ്ങനെ കൊടുത്താലും അവനിഷ്ടമാണ്. പക്ഷേ പോൾമോന് ഒരിച്ചിരി എല്ലാത്തിനും അതിൻ്റേതായ രീതിയിൽ ഒരിച്ചിരി ടേസ്റ്റും അങ്ങനെയൊക്കെ വേണം. ബിരിയാണി ആണെങ്കിലും അവന് കുഴപ്പമില്ല. പക്ഷേ ഇന്നലെ അവന് അത്രങ്ങ് കുഴപ്പമില്ലായിരുന്നു. എന്നാലും ഈ പൊടിക്കൊച്ചിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ ഒന്ന് ഇട്ടിട്ട് ഇങ്ങനെ പപ്പടം കൂടെ പൊടിച്ച് ഇടുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് കിട്ടുമല്ലേ. എന്നിട്ട് ഞാനതങ്ങ് ടിഫിൽ ഇട്ട് കൊടുക്കും. അല്ലാതെ ഇവൻ അച്ചാറിനോടൊന്നും അത്ര താല്പര്യമില്ല, ചില സമയത്തേ ഉള്ളൂ. മറ്റവന് അച്ചാറിനോടങ്ങ് ഭയങ്കര പ്രിയം. എനിക്ക് പക്ഷേ ഈ റൈസിനോട് അത്ര താല്പര്യം. എനിക്ക് ഇച്ചിരി നമ്മുടെ സാധാ വെള്ളച്ചോറ് ഇച്ചിരി മീൻചാറും കിട്ടിയാൽ സുഖം, വേറെ ഒന്നും വേണ്ട. അതുപോലെ റേച്ചാനെന്ന് പറയുന്നത് ഈ പപ്പടം ഉണ്ടല്ലേ, ഈ മസാല പപ്പടം, നമ്മുടെ നാട്ടിലത്തെ പപ്പടമല്ല, ഈ മസാല പപ്പടം. നമ്മുടെ നാട്ടിലത്തെ പപ്പടം ഈ കേരള കടയിൽ മാത്രമേ നമുക്കിവിടെ കിട്ടാറുള്ളൂ. ഇവിടുത്തെ ഈ കടകളിലെല്ലാം ഇങ്ങനെ ഈ മസാലയൊക്കെ ചേർന്ന പപ്പടം. അപ്പം ഞാൻ റേച്ചാൻ ഇങ്ങനെ നമ്മൾ എണ്ണയിൽ ഇങ്ങനെ ഇട്ട് വറുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. റേച്ചാൻ ഈ ഗ്യാസ് പോളും അതുപോലെ എണ്ണയിലിട്ടില്ലെങ്കിൽ ഈ ഗ്യാസെ ചുട്ട് എടുക്കാൻ അവർക്ക് അങ്ങനെ തിന്നാൻ അവർക്ക് ഇഷ്ടമാണ്. അപ്പം അവന് ഞാൻ 2 ഗ്രേപ്സ് കൂടെ ഒരു കൊച്ചു ബൗളിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ തണുപ്പ് ഇച്ചിരി ഈ സമയത്ത് ഗ്രേപ്സ് ഇറങ്ങുന്ന സമയം. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും ഇച്ചിരി ചുമയാണെങ്കിലും കൊടുക്കണ്ടെന്ന്. പിന്നെ ചിന്തിക്കുക തിന്ന് ശീലിക്കട്ടെന്ന്. ചുമയാണെങ്കിലും നമ്മൾ ഇങ്ങനെ പൊതിഞ്ഞ് ഇങ്ങനെ പിടിച്ച് വെക്കുമ്പോഴാണ് അവർക്കത് പിന്നെ അതൊന്ന് ശീലിക്കട്ടെന്ന് ഞാൻ ചിന്തിക്കും ചില സമയത്ത്. ഞാൻ ഇന്നലെ പ്രൈസമോനെ വിടാൻ പോയെണ്ണേ. അവിടെ ഇവൻ്റെ കൂടെ ആ ബസ് സ്റ്റോപ്പിൽ 3-4 വേറെ ലേഡീസ്മാരും ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളെ. അപ്പം അവർ ഇങ്ങനെ സംസാരിച്ച വഴിക്ക് പറഞ്ഞ് ഈ റൈച്ചാൻ ഈ പോകത്തില്ല. ഞാൻ പറഞ്ഞില്ലേ ഒരു ക്രൗഡ് സ്ഥലത്ത് അവിടെ എല്ലാ വെജിറ്റബിൾസും കിട്ടും എന്നൊക്കെ, നമ്മുടെ ഇവിടുത്തേനേക്കാൾ ഇത്തിരി വില കുറവാണെന്ന്. അന്നേരം അവർ പറഞ്ഞു അവരിന്നലെ രാത്രി ഒരു 9-9:30 ആകുമ്പോഴത്തേനും എല്ലാവരും വാരിക്കെട്ടി പോകുന്ന സമയം ഈ വെളുത്തുള്ളി അവർക്ക് 1/4 കിലോ 30 രൂപയ്ക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞു 1/4 കിലോ 30 രൂപയോ? അപ്പം ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്ന് പറയണ റേച്ചാൻ പറഞ്ഞു, റേച്ചാൻ ഞങ്ങൾ കഴിഞ്ഞ സൺഡേയിൽ ഇങ്ങനെ റോഡിൽ ഇരിക്കുന്ന ഒരു വണ്ടിക്കാരനോട് ചോദിച്ചെണ്ണേ, അങ്ങാര് പറഞ്ഞ് 80 rupees എന്ന്. പക്ഷേ അതേസമയം ഞങ്ങളുടെ കടയിൽ ചോദിച്ചെണ്ണേ അന്ന് പുള്ളിക്കാരി 70 എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനൊക്കെ 10 രൂപയും കൂടെ ഇങ്ങാര് കൂടുതൽ പറഞ്ഞു. അപ്പം ഞാൻ റേച്ചാനോട് പറഞ്ഞു, റേച്ചാൻ പറഞ്ഞു ഞാൻ 2-3 ദിവസത്തിന് മുമ്പിട്ട് ഇങ്ങനെ റേച്ചാൻ ഇങ്ങനെ ഉന്തുവണ്ടി നോക്കിയുണ്ടേ 50 രൂപയെന്ന്. അപ്പം ഞാൻ ഇന്ന് സാധനം വാങ്ങിക്കാൻ നേരം കടയിൽ ഞാൻ ചോദിച്ച് വെളുത്തുള്ളി എന്താ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പറയുന്നത് 60 രൂപയെന്ന് 1/4 കിലോ. പക്ഷേ ഇവർക്ക് 30 രൂപയ്ക്ക് എവിടെ നിന്ന് എന്തോ കിട്ടിയതാണെന്ന് എനിക്കറിയത്തില്ല. ഇനി ചിലപ്പോൾ ഈ ചില ഇതളായ ഇനി കുഞ്ഞതെങ്ങാണോ ആയിരുന്നോ എന്നും അറിയത്തില്ല. പക്ഷേ നേരത്തേനേക്കാൾ ഇച്ചിരി കുറഞ്ഞു. നേരത്തെയൊക്കെ എത്ര ആയിരുന്നു? 1/4 കിലോ 100 രൂപ വരെ പോയില്ലേ, 400 പുറത്ത് പോയായിരുന്നു വെളുത്തുള്ളിയുടെ വില. ഇപ്പം 60 ആണെങ്കിലും 240. അപ്പം ഞാൻ നമ്മുടെ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ജീരകവും സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ടൊമാറ്റോ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ചേച്ചി ഉപ്പ് ഇട്ടിട്ട് ഇത്തിരി കൂടുതൽ ടൊമാറ്റോ ഉണ്ട് ഇന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം ഒന്ന് മസാല എല്ലാം ഇട്ടൊന്ന് ചെയ്തിട്ട് അപ്പോൾ അത് ഈ മസാലയൊന്നും അങ്ങനെ ഈ കാശ്മീരി മുളക് പൊടി കാണാൻ ഭയങ്കര കളർ, കൂട്ടാനൊക്കെ ഭയങ്കര കളറായിരിക്കും, പക്ഷേ എരി ഒട്ടും ഇല്ലായിരിക്കും. അപ്പം ഞാൻ വീണ്ടും ഇച്ചിരി കൂടെ മസാലയൊക്കെ ഇട്ട് ഇച്ചിരി മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം കൂടെ വീണ്ടും ഇട്ടിട്ട് ഒന്നിട്ടാണ്. ഓള് പറയും മമ്മി ഇന്നത്തെ ടൊമാറ്റോ ചട്നി ഭയങ്കര ടേസ്റ്റായിരുന്നെന്ന്. അപ്പോൾ ഇത് എനിക്ക് 2 ദിവസത്തേക്കിനുണ്ടായിരുന്നു. ഇവർക്ക് ഇവിടെ ഇപ്പം ചപ്പാത്തിക്ക് മാത്രമേ ഇവർ കഴിക്കാറുള്ളൂ, ചോറിന് അങ്ങനെ കഴിക്കാറില്ല. അപ്പം ഞാനത് ഇന്ന് ചപ്പാത്തിക്ക് കൊടുത്ത്. പ്രൈസിന് ഇഷ്ടമല്ല കേട്ടോ, ചപ്പാത്തിക്ക് ഇഷ്ടമല്ല. വൈകിട്ട് വന്നിട്ട് ടൊമാറ്റോ ചട്നി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാസ്റ്റിംഗ് ആണ്. കുറച്ച് നേരം ഉച്ചക്ക് വേറെ ഒന്നും എനിക്കങ്ങനെ കൊടുക്കാനില്ലായിരുന്നു ഓപ്ഷൻ. അപ്പം ഞാൻ കുറച്ച് നേരം വേണ്ടാന്നും പറഞ്ഞ് കുത്തിയിരുന്ന്. എന്നിട്ട് വിശക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ടൊമാറ്റോ ചട്നി കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല, വിഷമൊന്നും അല്ലല്ലേ, നീ കഴിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഗതി കെട്ട് 2 ചപ്പാത്തി തിന്നു. എന്തോ ചെയ്യും, പിള്ളേരിങ്ങനെ ഓരോരുത്തർക്ക് ഓരോന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുകയോ നമ്മളല്ലാതെ ആരാ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന്. അപ്പോൾ ചിലപ്പോൾ ചിന്തിക്കും നമ്മുടെ കാലത്ത് നമ്മൾ കിട്ടിയത് കഴിക്കും, നമുക്ക് അന്ന് കിട്ടാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇവർക്ക് ഓരോന്ന് ഇഷ്ടത്തിനുള്ളത് കൊടുക്കുന്നത് കൊണ്ടല്ല ഇവർക്ക് ഇങ്ങനെ ഒരു സിദ്ധാന്തം.
പയർ തോരൻ വെക്കാനായിട്ട് ഞാനൊരു ഇച്ചിരി വിനാഗിരി ഉപ്പിട്ടിട്ട് പയർ കുറച്ച് നേരം അവിടെ വെള്ളത്തിൽ കിടക്കട്ടെ, നമ്മുടെ ഈ ജോലികളൊക്കെ തീരുന്ന സമയത്ത് അവിടെ കിടക്കട്ടെ. അതുകൊണ്ട് ഞാൻ ടൊമാറ്റോ കുറച്ചൊന്ന് തിളച്ചപ്പോഴത്തേക്കിന് അതിൽ നിന്ന് വെള്ളം എല്ലാം ഇങ്ങനെ ഇറങ്ങി. പിന്നെ ഞാൻ ചെറിയ തീയിലിടും. അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ അതങ്ങ് ഇടുന്നത്. അന്നേരം അത് അവിടെ കിടന്ന് ചെറിയ തീയിലങ്ങ് ആവും. അപ്പോഴത്തേക്കിന് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അത് റെഡി ആവുമല്ലേ. പിന്നെ അരിയൊക്കെ ഇപ്പോൾ അടപ്പത്തിട്ടു. പിന്നെ ഞാൻ പോയി അകത്ത് പോയിരുന്ന് പയർ ക്ലീൻ ചെയ്തിട്ട് അരിയാന്ന് വെച്ച്. ഞാനങ്ങനെ പയറെല്ലാം നേരത്തെ എനിക്ക് കട്ടിംഗ് ബോർഡ് വെച്ച് പയർ അരിയുന്നത് വാക്കല്ലായിരുന്നു, ഇങ്ങനെ കൈ വെച്ച് തന്നെ അരിയുന്നതായിരുന്നു വാക്ക്. അപ്പോൾ എന്നോട് പലപ്പോഴും റീച്ചാൻ പറയും ഇനിതാ ഞാൻ കട്ടിംഗ് ബോർഡ്, അവർക്കൊക്കെ കട്ടിംഗ് ബോർഡ് വെച്ച് അരിയാൻ വാക്കുണ്ട്. ഇങ്ങോട്ട് നീ ഇങ്ങനെ ചുമ്മാ കുത്തിയിരുന്നോ ഇങ്ങനെ അരിയുന്നതിനേക്കായി നല്ലത് കട്ടിംഗ് ബോർഡ് വെച്ച് അരിഞ്ഞ് തരാമെന്ന്. അപ്പം ഞാൻ പറയും എനിക്ക് കുഞ്ഞതായിട്ട് അരിഞ്ഞ് കിട്ടണമെന്ന്. അപ്പോൾ റീച്ചാൻ പറയും കുഞ്ഞതായിട്ടൊന്നും വേണ്ടെന്ന്. പക്ഷേ ഇപ്പം ഞാൻ കുറച്ചിങ്ങനെ കൈപ്പിടി പിടിച്ചിട്ട് ഈ കട്ടിംഗ് ബോർഡ് വെച്ചാൽ അരിയുന്നത്. ഇപ്പോൾ എനിക്ക് എളുപ്പമാണ് അത് ഇങ്ങനെ കട്ടിംഗ് ബോർഡ് വെച്ച് അരിയാനായിട്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ പയറുതോരൻ ഇങ്ങനെ വെച്ചിട്ട് അതങ്ങ് ഇച്ചിരി അങ്ങ് അവിഞ്ഞ് പോലെ എനിക്കങ്ങനെ അവിഞ്ഞിരിക്കുന്നതിനോട് ഇഷ്ടമില്ല. ഇച്ചിരി പച്ചപ്പ് ഇച്ചിരി പച്ചപ്പ് ചവയ്ക്കുന്നത് എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ ഇന്നലെ പോളിനോട് പറഞ്ഞടാ ഇന്നത്തെ തോരൻ കൊള്ളത്തില്ലായിരുന്നു, അങ്ങ് ഒത്തിരി അങ്ങ് വെന്ത് പോയില്ലയോടാ. അവൻ പറയാം അതായിരുന്നു നല്ലേന്ന്. ഞാൻ ആദ്യമായിട്ട് കേൾക്കും. ഞാൻ ചിന്തിച്ച് ഇവൻ കുറ്റം പറയാമെന്ന്. അപ്പോൾ ഇന്നത്തേത് ഞാൻ അങ്ങനെ അധികം ചിലതങ്ങനെ ഞാനങ്ങനെ വെള്ളം ഒഴിക്കാറില്ല. നമ്മൾ ഈ ഇട്ടിട്ട് ഈ പാത്രത്തിൽ ഇച്ചിരി തേങ്ങയൊക്കെ ഇരിക്കുമല്ലേ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുക, അതേ ഉള്ളൂ. അല്ലാതെ ഞാൻ വെള്ളം ഒഴിക്കാറില്ല. അതെന്തോ ഇച്ചിരി ഒരു വല്ലാത്ത പയറായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ എല്ലാം ഇങ്ങനെ ഇട്ട് ഇളക്കി. ആദ്യം ചിന്തിച്ച് ഇത്രയും പിന്നെ ഇച്ചിരി കൂടെ തേങ്ങ, ഇപ്പോഴത്തെ കിട്ടുന്ന തേങ്ങ ചിരക്കകത്ത് വെക്കാൻ പോലും ഒക്കത്തില്ല, ഇങ്ങനെ കഴത്തി ചെയ്യാനേ പറ്റത്തുള്ളൂ. അവർ പറയുന്നത് ഈ ഒരു സൈസ് തേങ്ങയെ വരുന്നുള്ളെന്നാണ്. അപ്പം നമ്മുടെ ടൊമാറ്റോയൊക്കെ ഇവിടെ വെന്തു. ഞാൻ അതിലിച്ചിരി വെളിച്ചെണ്ണയും കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. ഇനിയിപ്പം ചപ്പാത്തിക്കാർക്ക് റെഡിയായി. ഞാൻ ടൊമാറ്റോ എടുത്ത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് ആ ചട്ടി തന്നെ എടുത്തത്, പിന്നെ ചീനച്ചട്ടി തന്നെ തോരനെടുത്തത്. അതിൻ്റെ അകത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും ഇച്ചിരി കടുക് ഒഴിച്ചിട്ട് ഇത്തിരി കടുക് ഇട്ടിട്ട് പിന്നെ വേറെ പാത്രം എടുക്കാൻ പോയില്ല, അതവിടെ തന്നെ അടച്ചതിങ്ങ് ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനിയും പിന്നെ നാരങ്ങ അച്ചാറിടണം. അപ്പം ഞാനത് അരിഞ്ഞൊക്കെ ഞാൻ മെനഞ്ഞാന്ന് വെച്ചായിരുന്നു. നാരങ്ങയൊക്കെ അരിഞ്ഞ് 2 ദിവസം ഇരുന്നാലും കുഴപ്പമില്ലല്ലേ. അപ്പം ഇന്നും ഒരു തേയിലവെള്ളം കുടിക്കാൻ തോന്നി. അപ്പം ഇന്നൊരിച്ചിരി നാരങ്ങയൊക്കെ പിഴിഞ്ഞ ചേർക്കുന്നത്. നാരങ്ങ 4 ചെറിയ പീസാക്കി ഇന്നലെ പ്രൈസൻ ഇടയ്ക്കിടയ്ക്കുണ്ടല്ലേ പറയും അവൻ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് കുടിക്കണമെന്ന്. ചുമ്മാ അതിന് ജ്യൂസൊന്നും കാണത്തില്ല, പക്ഷേ ഞാൻ അങ്ങനെ ഇച്ചിരി എടുത്ത് കൊടുത്തതാണ്. അപ്പം അതിൻ്റെ പീസ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് പിഴിഞ്ഞ് പോയിരുന്ന് ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. ഉച്ചക്കത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ അച്ചാറിൻ്റെ പരിപാടി തുടങ്ങിയേ. അപ്പോൾ ഇച്ചിരിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അച്ചാറിടാൻ തുടങ്ങിയത്. ഞാൻ നാരങ്ങയൊക്കെ 2 ദിവസം മുമ്പിട്ടേ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചായിരുന്നു. നാരങ്ങയൊക്കെ ഇച്ചിരി 2-3 ദിവസം ഇരുന്നാലും കുഴപ്പമില്ലല്ലോ ഉപ്പിട്ട്, അത്രയും നല്ലതല്ലേ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇന്നലെ ഞാൻ ഇച്ചിരി പൊളിച്ചൊക്കെ വെച്ചായിരുന്നു, പൊളിച്ചരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം സാവകാശം ഇനി ഇത് ഉണ്ടാക്കിയെടുക്കട്ടെ. ഞാൻ ഇന്നും വീഡിയോ കാണിക്കത്തില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലേ അച്ചാറിടക്കൊന്നും ഇല്ലയോന്ന്, അതുകൊണ്ട് ഇന്നങ്ങ് എടുത്തിട്ടതാണ്. വെളുത്തുള്ളി വിലയാന്നേലും ഇഞ്ചി വിലയാന്നേലും അച്ചാറിന് ഇടേണ്ടുന്ന ക്വാണ്ടിറ്റി നമ്മളിപ്പോൾ 1 കിലോയ്ക്ക് ഇത്ര എന്ന് ഞാൻ ഒരു കണക്കുണ്ട്. ഇഞ്ചി ആന്നേലും വെളുത്തുള്ളി ആന്നേലും എത്ര നമ്മൾ കുറയ്ക്കാമെന്ന് ഒന്ന് കുറച്ചിടാമെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിനൊരുത്. കാരണം നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഇട്ട് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം വെളുത്തുള്ളി ഇതിനേക്കാൾ വിലയുള്ള സമയത്താണേലും ഞാൻ അളവിൽ തന്നെയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം ചിലർ വെളുത്തുള്ളി അച്ചാറായിട്ട് ചോദിക്കുന്നുണ്ട്, പക്ഷേ നേരത്തെ ഞാൻ ഇട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പം പക്ഷേ ഞാൻ വെളുത്തുള്ളി അച്ചാറായിട്ടിടും. കാരണം നമ്മൾ എത്ര വെളുത്തുള്ളി പൊളിച്ചിട്ടാൽ നമുക്ക് എത്രമാത്രം വില ഇടാൻ പറ്റുമതി. അതിന് നമ്മുടെ ചിലവനുസരിച്ച് നമ്മൾ ഇട്ടാൽ കാണുന്നവർക്കൊന്നും അയ്യോ ഇത്രയും വിലയോന്ന് ചിന്തിക്കും. അതുകൊണ്ട് ഞാൻ പറയും വെളുത്തുള്ളി അച്ചാർ ഇപ്പം സ്റ്റോക്കില്ല, ഞാനിപ്പോൾ ഇടാറില്ലെന്ന് പറയും.
ഇതിപ്പോൾ പിറ്റേ ദിവസമായി എല്ലാം അങ്ങ് നന്നായിട്ട് അതിൻ്റെ അകത്ത് അബ്സോർവ് ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നാരങ്ങ അച്ചാർ അല്ലെങ്കിൽ ഏത് അച്ചാർ ആവശ്യമുണ്ടെങ്കിലും ഞാൻ വീഡിയോയുടെ താഴെ നമ്പർ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. ഇന്ത്യയിൽ എവിടെയും നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്താൽ മതിയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.